മോർണിംഗ് ഗായ്സ്. ഇവിടെ ഇപ്പോൾ ദേ സമയം കാര്യം പറഞ്ഞാൽ 10 മണിയായി. പക്ഷേ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. കാരണം ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ കാണിച്ചു തരാവേ. ഇവിടുത്തെ കർട്ടനൊന്ന് മാറ്റിയിട്ട് നല്ല രസമുണ്ട് പുറമേ നോക്കാനായിട്ട്. ഇന്ന് ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ടേ. ഹിയർ നോക്കി, ഇതാണ് നമ്മുടെ പള്ളി. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറില്ലേ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. ഇന്നിപ്പം നല്ല മഴ കാണിക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ജനലിൽ നോക്കി നല്ല ആദ്യം ബ്രഷൊക്കെ ചെയ്തത് ഫ്രഷായിട്ട് വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഇന്നെന്തോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുളിക്കാമെന്ന്. എൻ്റെ തലയിൽ ഇത് അത്യാവശ്യം ഓയിലി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, മുടിയൊക്കെ. ഞാൻ ആ രാത്രിയിൽ സെറം തേക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ നേച്ചർ സ്പെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോസ്മേരി ഹെയർ ഓയിലാണ്. എനിക്ക് തോന്നുന്നു ഇത് നാട്ടിലും കിട്ടുമെന്ന്. ഞാൻ യു കെയിൽ വന്നതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ ഫുൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കട്ട പിടിച്ചു പോയി. പിന്നെ ഓരോ പ്രാവശ്യം എണ്ണ ചൂടാക്കി തലയിൽ തേക്കാൻ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ഒരു ഓയിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായി കേട്ടോ. എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞായിരുന്നു ഈ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. എന്നിട്ടേക്ക് ഞാൻ പെട്ടെന്ന് പോയി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് മുഖത്തൊരു മോയ്സ്ചറൈസറൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ റിക്വലിൻ്റെ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസറായിട്ട്. അതിനുശേഷം ലിപ് ബാമൊക്കെ ഇട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇഡ്ഡലിക്ക് അരിച്ച് വെച്ച നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി കേട്ടോ. ഈ മാവ് പുളിച്ചു അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അന്നേരത്തേക്ക് വയറ് പകുതിയോളം നിറഞ്ഞു. അതിനുശേഷം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കുകയാണ്. കുട്ടി ഇഡ്ഡലി പാത്രം അല്ലേ, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണിത്. ഇത് ഭയങ്കര ചെറിയ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. ഞാൻ യു കെയിലേക്ക് വരാൻ നേരത്ത് കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി വാങ്ങിച്ചതാണ്. ഇടയ്ക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം വിചാരിച്ച് ചെറുത് നോക്കി മേടിച്ചു. പക്ഷേ ഇപ്പം അത് ഭയങ്കര പാടാണ്. നമുക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കഴിക്കാനുള്ളത് ഇതിലും കിട്ടുള്ളൂ. കാരണം ഒട്ടും കുഴിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് എടുത്ത് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഞാൻ ക്യാരറ്റ് തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനുശേഷം കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നന്നായിട്ട് ഐസൊക്കെ ഇട്ട് വെച്ച മീനാണ് കേട്ടോ. ചിലതൊക്കെ ഫ്രഷാണ്, ചിലതൊക്കെ ഫ്രഷല്ല. അപ്പം ഞാൻ പെട്ടെന്ന് അതും കൂടെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മുളക് തിരുമിയിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ബാക്കി ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കാട്ടോ മീൻ വറുത്തത്. ഇപ്പോൾ വറുത്തില്ല, എടുത്ത് മുളക് തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തത്. അപ്പം നന്നായിട്ട് മുളക് പിടിക്കുമല്ലോ. കിച്ചണിലെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.